Good morning to all of you. Today we are going to discuss about step method or step ladder method. Under the method, the service departments are arranged in the order of serviceability. The most serviceable department is brought as the first item, and the least serviceable department is taken as the last one for the purpose of sharing the cost of primary distribution. Then the production departments are taken in the given order. After arranging the departments, the expenses of the most serviceable department is first apportioned to other service as well as production departments. After this, the cost of the next service department is shared among other service and production departments. Finally, the expenses of the last service department is shared only to the production departments. ഇവിടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സും ഉണ്ട്. ആ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ സർവീസബിലിറ്റി ഉള്ള സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് മറ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനുമായിട്ട് ഷെയർ ചെയ്യുന്നു. അതിനുശേഷം അടുത്ത സർവീസബിലിറ്റി ഉള്ള സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് മറ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനുമായിട്ട് ഷെയർ ചെയ്യുന്നു. അതിനുശേഷം ലീസ്റ്റ് സർവീസബിളായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രമായിട്ട് ഷെയർ ചെയ്യപ്പെടുന്നു. ഈ രീതിയിൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സർവീസബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ മറ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കുമായിട്ട് കോസ്റ്റ് അനുയോജ്യമായിട്ടുള്ള ബേസിസിൽ റീഅപ്പോർഷൻ ചെയ്യുന്ന മെത്തേഡാണ് സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Zenith Productions Limited has two production departments A and B and three service departments S1, S2 and S3. S1 is timekeeping, S2 is stores and S3 is maintenance. The following are the expenses incurred for the month of January 2014. Production departments A rupees 72,000, B rupees 48,000. Service departments S1 timekeeping rupees 10,000, S2 stores rupees 15,000, S3 maintenance rupees 12,000. The following are other informations relating to the above departments. Items: service departments, production departments. Number of employees 5, 10, 5, 10 and 25. Number of stores requisitions 12, 48, 110. Machine hours 700, 720. ഇവിടെ ക്വസ്റ്റ്യനിൽ 2 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും 3 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുമാണ് നൽകിയിരിക്കുക. ആ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് റീഅപ്പോർഷൻ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുക. അതിനായി കൂടുതൽ സർവീസബിലിറ്റി ഉള്ള ഡിപ്പാർട്ട്മെൻറ്റ് ടൈം കീപ്പിംഗ് ആയി പരിഗണിക്കുക. അതിനുശേഷം സ്റ്റോഴ്സ്, അതിനുശേഷം മെയിൻ്റനൻസ്. സർവീസബിലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ആ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റുകൾ നമുക്ക്
നൽകിയിരിക്കുക എന്ന് സങ്കല്പിക്കുക. ടൈം കീപ്പിംഗ് എന്ന് പറയുന്ന സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് അപ്പോർഷൻ ചെയ്യുക നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ അടിസ്ഥാനത്തിലാണ്. സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് അപ്പോർഷൻ ചെയ്യുക നമ്പർ ഓഫ് സ്റ്റോഴ്സ് റിക്വസിഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. മെയിൻ്റനൻസ് മെഷീൻ അവേഴ്സിൻ്റെ അടിസ്ഥാനത്തിലുമാണ്. സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് അനുസരിച്ച് ഓവർഹെഡ് കോസ്റ്റ് റീഅപ്പോർഷൻ ചെയ്യുന്നതിൻ്റെ സ്റ്റേറ്റ്മെൻ്റാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ഫസ്റ്റ് കോളത്തിൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് റെക്കോർഡ് ചെയ്യുക. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് S1 ടൈം കീപ്പിംഗ്, S2 സ്റ്റോഴ്സ്, S3 മെയിൻ്റനൻസ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് A ആൻഡ് B. നെക്സ്റ്റ് കോളത്തിൽ അതിൻ്റെ ഓവർഹെഡ് കോസ്റ്റുകൾ റെക്കോർഡ് ചെയ്യുക. അടുത്ത കോളത്തിൽ കൂടുതൽ സർവീസബിലിറ്റിയുള്ള സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് S1 ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓവർഹെഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 10,000 ആണ്. അത് മറ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനുമായിട്ട് ഷെയർ ചെയ്യുന്നു. അതായത് ടൈം കീപ്പിങ്ങിൻ്റെ 10,000 റുപ്പീസ് നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ ബേസിസിൽ റീഅപ്പോർഷൻ ചെയ്യുന്നു. നമ്പർ ഓഫ് എംപ്ലോയീസ് 5, 10, 5, 10, 25 എന്നാണ്. അതിൽ ടൈം കീപ്പിങ്ങിൻ്റെ പ്രപ്പോർഷൻ പരിഗണിക്കേണ്ടതില്ല. തുടർന്ന് S2, S3, A, B എന്നുള്ളതിൻ്റെ പ്രപ്പോർഷൻ എടുക്കുക. ദാറ്റ് ഈസ് 10:5:10:25. ആ പ്രപ്പോർഷനിൽ അത് ഡിവൈഡ് ചെയ്യുക. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2:1:2:5 എന്നുള്ള പ്രപ്പോർഷൻ ലഭിക്കുന്നു. അപ്പോൾ 10,000-നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ 2 പോർഷൻ S2-ന് നൽകുക, 1 പോർഷൻ S3-ക്ക് നൽകുക. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എയ്ക്ക് 2 പോർഷൻ നൽകുക, ബിക്ക് 5 പോർഷൻ നൽകുക. S1 എന്ന് പറയുന്ന ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓവർഹെഡ് കോസ്റ്റ് മറ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനുമായി റീഅപ്പോർഷൻ ചെയ്തു. ഇനി തുടർന്ന് അടുത്ത സർവീസ് ഡിപ്പാർട്ട്മെൻറ്റായ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓവർഹെഡ് കോസ്റ്റ് അത് ഇപ്പോൾ ലഭിച്ചിരിക്കുക 15,000 ആണ് സ്റ്റോഴ്സിൻ്റെ ഓവർഹെഡ്. അതിൻ്റെ കൂടെ റീഅപ്പോർഷൻ ചെയ്ത് കിട്ടിയ 2,000 കൂടെ കൂട്ടിയെടുക്കുമ്പോൾ 17,000 ആണ് ലഭിക്കുക. ആ 17,000 മറ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനുമായി കൊടുക്കുക. അതായത് ഇനി S3 മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റിനും അതുപോലെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റായ എയ്ക്കും ബിക്കും ഷെയർ ചെയ്യുക. അത് നമ്പർ ഓഫ് സ്റ്റോഴ്സ് റിക്വസിഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് 12:40:110 എന്നാണ് ലഭിക്കുക. അപ്പോൾ 17,000-നെ 12:48:110 എന്നുള്ള പ്രൊപ്പോർഷൻ എടുക്കുമ്പോൾ അതിനെ കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അതിൻ്റെ ടോട്ടൽ വരിക 170 ആണ്. അപ്പോൾ 17,000-നെ 170 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ 12 പോർഷൻ മെയിൻ്റനൻസ് എന്ന സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഷെയർ ചെയ്യുക, 48 പോർഷൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റായ എയ്ക്ക് റീഅപ്പോർഷൻ ചെയ്യുക, 110 പോർഷൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റായ
ബി ഡിപ്പാർട്ട്മെൻറ്റിനും ഷെയർ ചെയ്യുക. അതിനുശേഷം ലീസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റായ S3 മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന ഓവർഹെഡ് കോസ്റ്റ്, അതായത് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓവർഹെഡ് കോസ്റ്റ് 12,000 ആണ്. അതിൻ്റെ കൂടെ അതിനെ ഷെയർ ചെയ്യപ്പെട്ട് കിട്ടിയ 1,200 അതോടെ ആഡ് ചെയ്യുമ്പോൾ 14,200 ആണ് ലഭിക്കുക. അത് മെഷീൻ അവേഴ്സ് എന്ന പ്രപ്പോർഷനിൽ റീഅപ്പോർഷൻ ചെയ്യുക. മെഷീൻ അവേഴ്സ് എന്ന് പറയുക 700:720 ആണ്. ആയതിനാൽ 14,200-നെ 700 + 720 1,420 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. തുടർന്ന് അതിൻ്റെ 700 പോർഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എയ്ക്ക് ഷെയർ ചെയ്യുക. 720 പോർഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ബിക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ 7,000-ഉം 7,200-ഉമാണ് ലഭിക്കുക. ഇത്രയും പൂർത്തീകരിച്ച് കഴിയുമ്പോൾ 3 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കോസ്റ്റുകൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഷെയർ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഇനി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോട്ടൽ ഓവർഹെഡ് കോസ്റ്റ് എടുക്കുക. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റായ എയുടെ ടോട്ടൽ ഓവർഹെഡ് 85,800. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റായ ബിയുടേത് 71,200 ആണ്. ഈ പ്രോബ്ലം അസൈൻമെൻ്റായിട്ട് സബ്മിറ്റ് ചെയ്യുക.